കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ അത്ഭുത കഥകളും ഭഗവാന്റെ ഭക്തരായിട്ടുള്ളവരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും അതുപോലെ സത്യ അന്വേഷികളായിട്ടുള്ള ഗുരു ഭക്തരെ ഒരു പരമഗുരുവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരണേ. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് പതിവിലെ വ്യത്യസ്തമായിട്ടാണ്. അതായത് അതിഥിയായി വന്നിരിക്കുന്നത് എൻ്റെ മക്കളാണ്. കാരണം നമ്മൾ 150ഓളം എപ്പിസോഡ് ചെയ്തു. അപ്പോൾ അവർക്കൊരു വിഷമം, അവർക്ക് പറയാനുള്ള അവസരം കൊടുത്തില്ല എന്ന്. അപ്പോൾ അവർക്ക് അവസരം കൊടുക്കുകയെന്ന് വെച്ചാൽ ഈ ചാനലിലൂടെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആണ് ഇന്ന് അവർ 2 പേരുമാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അത് എൻ്റെ മോനും മോളും. മോന് അഭിജിത്ത്, മോള് അഭിരാമി. 2 പേരും, മോൻ സൈക്കോളജിസ്റ്റാണ്, അതിന് ഒപ്പം തന്നെ അക്യുപഞ്ചറിലെ ഡോക്ടറേറ്റൊക്കെ എടുത്ത ആളാണ്. മോളാവട്ടെ അവളും സൈക്കോളജി കഴിഞ്ഞ് കൗൺസിലിങ്ങിൽ PG എടുത്തിട്ട് ഇപ്പോൾ സിവിൽ സർവീസിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരാണ് ഭഗവാന്റെ കാര്യങ്ങളെക്കുറിച്ച് എന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ ഭഗവാനെ എന്ന് തൊട്ട് കണ്ടു തുടങ്ങി എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ അറിയില്ലായിരിക്കാം. കാരണം അത്ര ചെറുതില്ലേ, കാരണം ഇഴഞ്ഞു നടക്കുന്ന സമയത്തെ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ പോകാൻ പറ്റുന്ന ചോറ് കൊടുത്ത സമയം തൊട്ട് ഭഗവാന്റെ അടുത്ത് പോകുന്നവരാണ്. അപ്പോൾ അവരാണ് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഭഗവാനെക്കുറിച്ച് പലതും പറയാനുണ്ടാവും, അത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക. നമസ്കാരം. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊച്ചിലോട്ട് പോകുന്നതാണ്, ഓർമ്മശാലം തൊട്ടേ സ്വാമിയെ കാണാൻ പോകുന്നതാണ് ഞാനും അനിയത്തിയും. അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ഓർമ്മയിലുള്ള സ്വാമി നമ്മളോട് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറേ അധികം അനുഭവങ്ങളും അതൊക്കെയാണ് പങ്കുവയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആദ്യം എൻ്റെ ഓർമ്മയിൽ നമ്മൾ സ്വാമിയെ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത് വളരെ കൊച്ചിലെ അച്ഛൻ കൊണ്ടുപോകും. അതിനോട് ഞാനും ആളും കൂടെ ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുക, അവിടെ സൈഡിൽ എന്തെങ്കിലും അടികൂടി കൊണ്ടുപോയിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ അതൊക്കെ പറഞ്ഞു മിണ്ടായിരിക്കും സ്വാമിയുടെ അടുത്ത് മിണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം സ്വാമി പറഞ്ഞ് കൊച്ചല്ലേ പിള്ളേർ അവർ അവിടെ ഇരിക്കട്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് ഉള്ളത്. സ്വാമിയെ കണ്ട് വളരെ ചെറുപ്പത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴോ ഇങ്ങനെ സ്വാമിയെ തൊഴുതിട്ട് നമ്മളകത്താണ് സ്വാമി, അതായത് ഇപ്പം പോത്തങ്കോട് ആശ്രമത്തിൽ ഭഗവാന്റെ കട്ടിലൊക്കെ വച്ചേക്കുന്നതും
സ്വാമിയുടെ ചെരുപ്പും ആലില്ലയിൽ അതൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ആയിട്ട് വയ്ക്കുന്നതിൻ്റെ അടുത്താണ് പണ്ട് നമ്മൾ ഇരുന്നുകൊണ്ടിരുന്നത്. സ്വാമി സൈഡിലിരിക്കും. അവിടെ ഇരിക്കണതിൻ്റെ ഇതിൽ ഞാൻ തൊഴുതിട്ടിങ്ങനെ കൈ ഇങ്ങനെ തൊഴുത് അവിടെ സൈഡിലായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, എന്തോ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വാമി എവിടെ നിന്നോ അടിയിൽ എന്തോ ഒരു കോയിൻ എടുത്തിട്ട് ഇങ്ങനെ ദൂരം ഇങ്ങനെ ഇട്ട് വന്ന് കറക്റ്റ് എൻ്റെ കൈ വന്ന് വീഴുകയും ചെയ്തു. അപ്പം അന്ന് തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു കോയിൻ ബോക്സ് അച്ഛനെ വാങ്ങിച്ച് ഒപ്പിച്ച് അന്ന് തൊട്ട് ഒരു കോയിൻ കളക്ഷനൊക്കെ തുടങ്ങി. അതാണ് എനിക്ക് ഓർമ്മയിൽ അറിഞ്ഞ സ്വാമിയുടെ ആദ്യത്തെ ഒരു അനുഭവം തുടങ്ങണം. നമസ്കാരം. ഇവിടെ ഇങ്ങനെ ആദ്യം തന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനും ഈ എപ്പിസോഡിൻ്റെ ഒരു ഭാഗം ആകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് എപ്പിസോഡുകൾ മുടങ്ങാതെ കാണാറുണ്ട്. അപ്പം എപ്പോഴെങ്കിലും അവിടെ ആ സീറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നാണ് ഭഗവാൻ അതിന് അനുവദിച്ചത്. ഭഗവാനെപ്പറ്റി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ എന്ന് തൊട്ടാണ് കണ്ടു തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മയില്ല. ഒരുപാട് ചെറുതിലെയാണ് ഭഗവാനെ കണ്ടു തുടങ്ങണത്. അപ്പോൾ ആദ്യം കാണുമ്പോൾ അങ്ങനെ അത് എല്ലാവരും വരുന്നവരെല്ലാവരും ഭഗവാനെ കണ്ടു തൊഴണുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടാ ഭഗവാന്റെ പ്രാധാന്യവും ഭഗവാൻ ആരാണ്. നമുക്ക് നമ്മളെ അച്ഛൻ്റെ അച്ഛനാണ് എന്നാണ് ആദ്യം, അപ്പൂപ്പനാണ് എന്നാണ് ആദ്യം ഞാൻ മനസ്സിലാക്കിയിരുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് കാരണം നമ്മുടെ രണ്ടപ്പൂമാരും ചെറുപ്പത്തിലെ മരിച്ചു പോയതും കൂടി ഉണ്ട്. സ്വാമി എന്നെ പാറക്കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. ഒരുപാട് സ്നേഹം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കണ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാനും എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എല്ലാം നമ്മൾ വളരെ പിന്നെ വലുതാവൻ തോറുമാണ് അത് മനസ്സിലാക്കിയിരുന്നത്. പിന്നെ കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ പഠിത്തത്തിലൊക്കെ ഉഴപ്പിയാലും ഇടയ്ക്കിടയ്ക്ക് സ്വാമി പറയും പിള്ളേർ പഠിക്കണം, വിദ്യയാണ് നമുക്ക് മരണം വരെയും കൂടെ ഉള്ളത്. അപ്പം വിദ്യ ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല, എല്ലാം കൊള്ളാം പിള്ളേ, പഠിക്കുകയും വേണം എന്നൊക്കെ പറയും. കാരണം അച്ഛൻ എല്ലാ മാസവും നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും മകത്തിന് ഭഗവാന്റെ പേരിൽ മകത്തിൻ്റെ അന്ന് ചണ്ഡികാഹോമം ചെയ്യണം വർഷങ്ങളായിട്ട്. അപ്പം മൂകാംബിക പോയിട്ട് കഴിയുമ്പോഴത്തേക്ക് സ്ഥിരം നമ്മൾ പ്രസാദം കൊണ്ടു കൊടുക്കുമ്പോൾ ഞാനാണ് ഭഗവാൻ എന്നെ ഏൽപ്പിക്കുക. അത് വേറെ ആരെങ്കിലും കൊണ്ടുവന്നാലും ചിലപ്പോൾ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ ഈ വെടിപ്പുര തൊട്ട് അവിടെ കുറേ അന്തേവാസികൾ മാമന്മാരുണ്ട്, സ്വാമിമാരും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ ഉറങ്ങണവരാണെങ്കിലും വിളിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റ് കയ്യിൽ ഏൽപ്പിക്കും പ്രസാദങ്ങൾ. അപ്പോൾ ചിലർ പറയും മോനെ ഡയബറ്റിക്കാണ്, അപ്പോൾ ചിലപ്പോൾ മധുരമുള്ള എന്തെങ്കിലും ഞാൻ പറയും തൊട്ടെങ്കിലും വയ്ക്കണം നാക്കിൽ പ്രസാദമല്ലേ എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും പ്രസാദം എത്തിക്കും. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പം എന്തെങ്കിലും നട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ആണെങ്കിൽ നമ്മൾ പ്രസാദം ഇട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞാൻ ഇത് പൊളിച്ചിട്ട് സ്വാമിയുടെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ നിൽക്കും. അതായത് സ്വാമി എടുക്കാൻ വേണ്ടി. കാരണം നമുക്ക് എടുത്തു കൊടുക്കണ്ട എന്നുള്ള രീതിയിൽ ഭഗവാൻ ആദ്യം പ്രസാദമായിട്ട് ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ട് കൊടുത്തിട്ട് ആണ്. അപ്പം എനിക്ക് കഴിച്ചുവിടാത്തതാണ്, എന്നാലും പിള്ള തവണ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി എന്തെങ്കിലും ചെറിയൊരു പീസായിരിക്കും ചിലപ്പോൾ വേണം. ചിലപ്പം ഒരു കാഷ്യൂവിൻ്റെ പകുതി പീസായിരിക്കും എടുത്ത് കഴിച്ചിട്ട് ബാക്കി കൊടുക്കാൻ പറയും. പിന്നെ ഞാൻ ഈ ഒരു കുറച്ച് വർഷം മുന്നേ എൻ്റെ 22-ാം വയസ്സിൽ ഞാൻ വിപ്പാസന എന്ന് പറഞ്ഞിട്ടൊരു ധ്യാനമുറ, ഒരു മെഡിറ്റേഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അക്യുപഞ്ചർ പഠിച്ച മാസ്റ്റർ ഉമർ ഫറൂഖ് സാറ് കോയമ്പത്തൂരാണ്. സാറ് പറഞ്ഞിട്ട് അത് അക്യുപഞ്ചർ കഴിഞ്ഞിട്ട് ഞാൻ പോയതാണ്. പോയപ്പോൾ ഇതുപോലെ പറഞ്ഞു അഭിജിത്തെ പോകണം, 10 ദിവസത്തെ ഒരു ധ്യാനമാണ്. അത് 54 പിള്ളേരോളുണ്ടായിരുന്നു. അതിൽ നമ്മൾ കുറച്ചെടുത്ത് പറഞ്ഞു. ഭയങ്കര പാടാണ്. കാരണം 10 ദിവസം നമ്മൾ ആരോട് സംസാരിക്കാൻ പാടില്ല, ആരെയും കണ്ണോട് കണ്ട് നോക്കാൻ പാടില്ല. 10 ദിവസം പ്രോപ്പറായിട്ട് 3 ഡിവൈഡ് ചെയ്ത് 3, 6, 9 ദിവസങ്ങളിലായിട്ട് പ്രോപ്പർ ധ്യാനമുറയാണ്. അത് ശീല, സമാധി, പന്യ എന്ന് പറഞ്ഞിട്ട് ശ്രീബുദ്ധൻ്റെ ഒരു ധ്യാനമുറ നമ്മൾ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഒരു നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ എത്രത്തോളം ഉള്ളിലോട്ട് ചെല്ലുന്ന ഒരു രീതിയിൽ, അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. അവരവരുടെ ജീവിതാനുഭവങ്ങളും അവരവരുടെ യുക്തിയും അവരവരുടെ
ബോധവും വളർന്നതനുസരിച്ചിട്ടാണ് അവർക്കത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പോകാനുള്ള ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അച്ഛൻ പറഞ്ഞിട്ട് സ്വാമീൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് ആ ഒരു ധ്യാനത്തിന് പോവുകയാണ്, ധൈര്യമായിട്ട് പോയിട്ട് പിള്ളേന്നൊക്കെ പറഞ്ഞ് വിട്ട്. പോയിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്കധികം സംസാരിക്കാൻ പറ്റില്ല, കാരണം 10 ദിവസവും മൗനത്തിലിരുന്നിട്ട് വേറെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ വന്നിട്ട് സ്വാമി ഇങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞ് പോയി കഴിച്ചിട്ടോ പിള്ളേന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കഴിച്ചിട്ട് വന്നു. പ്രസാദം കൊടുത്തിട്ട് ഉള്ളിൽ ഇരുട്ട് കയറിയാ പിള്ളേന്ന് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച്, കാരണം ഈ 5-ാമത്തെ ദിവസം തൊട്ട് നമ്മളൊരു ഇരുട്ട് മുറിയിലാണ് ആക്കണം, ഒന്നുമില്ല. അതായത് നമ്മൾ ഈ ഗ്രൂപ്പ് മെഡിറ്റേഷൻ ചെയ്തു, ഒരു 150 പേരോളം ഉണ്ട്. അതിൽ 2-ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ കുറേ പേര് തൊഴിഞ്ഞു പോകും. കാരണം അത്രയ്ക്കും നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ വിഷാംശം തന്നെ, നമ്മുടെ മനസ്സിലുള്ള വിഷാംശം നമ്മൾ തന്നെ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അത്രയും പ്യൂരിഫൈ ആവുന്ന ഒരു പ്രോസസ്സാണ്. 2-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസമൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുട്ടുമുറി എന്ന് പറയുന്നത് 0 വോൾട്ട് ബൾബിൻ്റെ വെളിച്ചം ഉണ്ടാവുള്ളൂ. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു ഓരോരുത്തർക്ക് ഓരോ സെല്ല് പോലെ നമ്മൾ അലോട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഇരുട്ടുമുറിയാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലോട്ട് കയറി കുറേ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒന്നും കാണില്ല, ശൂന്യാവസ്ഥ എന്ന് പറഞ്ഞ സംഭവത്തിലോട്ട് പോകും. അപ്പോൾ അതായിരിക്കും ഉദ്ദേശം. സ്വാമി എന്ന് പറഞ്ഞ് ഇരുട്ട് കയറിയ പിള്ളേ മനസ്സിൽ വന്നു വെച്ച്. ഞാൻ പറഞ്ഞില്ല, ഓർക്കം ചെയ്ത് വരാൻ പറ്റി എന്ന് പറഞ്ഞു. പിന്നെ സ്വാമിയെ മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യണേ. ദിവസം തുടങ്ങുമ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും പോലെ, മാതാവ് പിതാവ് എന്ന് പറയുമ്പോൾ അച്ഛനമ്മേനും ഉപരി നമ്മൾ നമ്മുടെ പൂർവികരുടെയൊക്കെ മനസ്സിൽ കാലുവിട്ട് വന്നിക്കും പോലെയാണ് ദൈവം നമ്മൾ ഡെയിലി ദിവസം തുടങ്ങുന്നത്. അതും സ്വാമിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും എല്ലാം ഒരു ഈശ്വര പ്രാർത്ഥനയിലോട്ടാണ് കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങണം. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഇപ്പോൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ലീവിനൊക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മിസ് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കണ്ട് സ്വാമിയുടെ അനുഭവങ്ങളൊക്കെ ആൾക്കാർ പറയണ കേൾക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നും ഒരു അനുഭവം ഒന്നും അല്ല. നമ്മൾ കൊച്ചിലോട്ട് കാണണമെങ്കിൽ പോലും ഒന്നുമില്ല. പലരുടെയൊക്കെ ജീവിതത്തിൽ വന്നുപോയ സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അതിശയമാണ്. കാരണം സ്വാമി നേരിട്ട് ആരെയും പറയത്തൊക്കെ കേൾക്കുകയോ അല്ലെങ്കിൽ ഒരു ഞാനാണ് ചെയ്തെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ അവരിലേക്ക് എത്തേണ്ട അനുഭവം കറക്റ്റ് എത്തി, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ഗൈഡൻസ് പോലെ വഴികാട്ടി പോലെ സ്വാമി പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് തിരിച്ചു വരത്തക്ക രീതിയിലുള്ള അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര ഒരു കുളിർമയും ഒരു ഇതൊക്കെയാണ്. എനിക്ക് ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് നമ്മൾ വിഷമമുള്ള സമയത്തെല്ലാം ഓടി ഭഗവാന്റെ അടുത്താണ് പോകാറുള്ളത്. ഭഗവാൻ ഈ ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് അത് അവരവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഭഗവാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ കാര്യങ്ങൾ പറയും. അത് ഓരോ വ്യക്തിയോടായിരിക്കും പറയണത്. അപ്പം ചിലപ്പോൾ അത് കൂട്ടത്തിൽ ഇരിക്കുമ്പം എന്താണ് ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല. പക്ഷെ ആ കറക്റ്റ് ആരോടാണോ പറഞ്ഞത് ആ വ്യക്തിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. എല്ലാവരും ഇരിക്കുകയായിരിക്കും ഭഗവാൻ അത് സൂചിപ്പിക്കണം, നമുക്കത് മനസ്സിലാവുകയും ചെയ്യും. ഭഗവാൻ നമ്മുടെ എന്താണോ നമ്മുടെ മനസ്സിൽ അപ്പം ഉണ്ടായിരുന്നത് അതിനുള്ള മറുപടി ആയിരിക്കും ഭഗവാൻ അപ്പം അതറിഞ്ഞ് തരുന്നത്. എനിക്ക് എൻ്റെ 10ാം ക്ലാസ് സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായൊരു സമയമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന സമയമായിരുന്നു എൻ്റെ 10ാം ക്ലാസ് സമയം. അപ്പോൾ പഠിക്കാനും ഒരുപാട് ബുദ്ധിമുട്ടും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ഒരു അശ്രദ്ധ മൂലം എൻ്റെ വീട്ടിന് ഞാൻ വിളക്ക് എത്തിച്ചത് കൊണ്ട് തീ പിടിച്ചു. അപ്പോൾ നമ്മളില്ലായിരുന്നു, അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ ആ സമയത്താണ് തീ പിടിക്കുക. വീട്ടിലാരും ഇല്ലായിരുന്നു. അച്ഛൻ മൂകാംബികയിലായിരുന്നു, ചേട്ടൻ പുറത്തായിരുന്നു. ഞാനും അമ്മയും കൂടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോയിരുന്നു. അപ്പം വീട്ടിൽ ഇങ്ങനെ എൻ്റെ റൂമിലാണ് തീ പിടിച്ചത്, എൻ്റെ റൂമിൻ്റെ സൈഡിൽ കൂടെ. അപ്പം വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അണയാതെ പോയി. അപ്പം അണയ്ക്കാതെ പോയി ടേബിളിൽ വീണ് അത് അതെ അത് ഹാളിലോട്ട് എത്തി ബാക്കി പടർന്നതിന് മുന്നേ തന്നെ അയൽവക്കത്തുള്ള വീട്ടിൽ കണ്ടിട്ട് ഫയർഫോഴ്സിനെ വിളിച്ചു, വന്ന് അണച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓടി വരുന്നത്. അപ്പോഴീ അമ്പലത്തിൽ ഫോൺ എടുക്കാൻ പറ്റില്ല, ഫോണ് പുറത്തായിരുന്നു. അങ്ങനെയാണ് ഒരുപാട് മിസ് കാൾ കണ്ട് പേടിച്ചാണ് ഓടി വരണത്. അപ്പോഴന്ന്
പ്രധാനമായിട്ടും എൻ്റെ റൂമിലുള്ള എൻ്റെ സാധനങ്ങളും എൻ്റെ പുസ്തകങ്ങളും എൻ്റെ വസ്ത്രങ്ങളും ഒക്കെയാണ് പോയത്. അപ്പം എല്ലാ പുസ്തകവും കത്തിപ്പോയി. എല്ലാ പുസ്തകവും കത്തിപ്പോയി. ഫാനിന്റെ ലീഫ് വരെ കത്തി, അത് ഒടിഞ്ഞു തൂങ്ങിയ ഒരു പരിപാടി. പക്ഷെ സ്വാമിയുടെ ഒരു ഫോട്ടോ ഒരു ട്രയാങ്കിൾ ഫ്രെയിമിന്റെ അകത്ത് ഒട്ടിച്ചു വെച്ചിരുന്നു. ഒരു ചെറിയ ഒരു ഏതോ ബ്രോഷർ എന്തോ എന്തോ അമ്പലമായിട്ട് ബന്ധപ്പെട്ട എവിടെന്നോ ഫോട്ടോ ഒട്ടിച്ചു വെച്ചാണ്. അത് കത്തിയില്ല. അതായത് ഫാനിന്റെ ലീഫ് വരെ കത്തി വളഞ്ഞ് പരുവായി. അത് മാത്രമല്ല 1981 ഭഗവാന്റെ ഒരു വളരെ റെയർ ആയിട്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു ഒന്നും. അങ്ങനെ ആശ്രമത്തിൽ അച്ഛൻ മൂകാംബയിലായിരുന്നു. അച്ഛൻ പോയിട്ട് വന്നു. നമ്മളെല്ലാവരും കൂടെ ആശ്രമത്തിൽ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാ. പുസ്തകമില്ല. ആ സമയത്തെ മാനസികാവസ്ഥ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെ എക്സാമിൻ്റെ അന്ന് രാവിലെ എല്ലാ എക്സാമിനും ഭഗവാനെ കാണാതെ പോവാറില്ല. ഭഗവാനെ കണ്ടിട്ടാണ് പോണത്. പറഞ്ഞിട്ട് പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പോണത്. അങ്ങനെ രാവിലെ ആശ്രമത്തിൽ പോയി. പറഞ്ഞു പരീക്ഷയാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് പിള്ളേ എന്തെഴുതും വല്ലതും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എല്ലാം അറിയാമല്ലോ, അതുകൊണ്ട് ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എൻ്റെ സൈഡിലൊരു ഷെൽഫുണ്ട്. ഭഗവാന്റെ സൈഡിലൊരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൻ്റെ അടിയിലത്തൊരു എന്തോ ഡ്രോ പോലെ എന്തോ തുറന്നിട്ട് പേന എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് എക്സാം എന്തൊക്കെയോ അതുവരെ എന്തൊക്കെയോ അറിയായിരുന്നു, കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഒരു 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോവേണ്ട രീതിയിലൊന്നും ഒരു തയ്യാറെടുപ്പും എൻ്റെ ഭാഗത്തു നിന്നില്ലായിരുന്നു. എക്സാം എനിക്ക് ചെന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. അത്രയും സമയം എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിഞ്ഞൂടെ. എനിക്ക് 80% മാർക്കുണ്ടായിരുന്നു. എല്ലാം എനിക്ക് അതിന് ശേഷം ആ ഒരു സംഭവത്തിന് ശേഷം +1 ആയാലും +2 ആയാലും പഠിത്തത്തിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്ക് പഠിത്തത്തിന് ഒരുപാട് മാനസിക സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും പഠിത്തം എനിക്ക് എൻ്റെ കൈവിട്ട് പോയിട്ടില്ല. പഠിത്തം എപ്പോഴും ഞാൻ ഏതൊരു സാഹചര്യത്തിലും പഠിച്ച് ഒരു വീഴ്ചയും ഒരു പരാജയമോ ഇല്ലാതെ പഠിച്ച് വന്നിട്ടേ ഉള്ളൂ. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അല്ല, ഈ പറഞ്ഞ പോലെ പഠിച്ചാൽ നമുക്ക് പഠിക്കണം. സ്വാമി എപ്പോഴും പറയും പോലെ പഠിച്ചാലേ സ്വാമിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നും നമ്മൾ നാം പാതി ദൈവം പാതി എന്ന് പറയും പോലെ ഞാനൊരു ഡിഗ്രി ലെവലിൽ എനിക്കൊരു സബ്ജക്റ്റ് കുറച്ച് മാർക്ക് കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് പഠിച്ചെഴുതാൻ പോയപ്പോഴത്തേക്ക് കുറച്ച് ടച്ച് വിട്ടുപോയി. ഞാൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ പഠിച്ചിട്ടാണ് പോയത്. മൊത്തം പഠിച്ചില്ല. മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോയി. എന്തോ ഈ പറഞ്ഞ ദൈവാദിനം പോലെ ആ ക്വസ്റ്റ്യൻസാണ് നമുക്ക് വന്നത്. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാമി മനസ്സിൽ വിചാരിച്ചിട്ട് പരിപാടി അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അത് എന്തിലാണെന്ന് അറിഞ്ഞൂടാ, ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ടിടും. അതാണ് ദൈവാനുഗ്രഹം, സ്വാമിയുടെ ഒരു തുണ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മളെന്തെങ്കിലും ഒരു ഇൻപുട്ട് ഇട്ടാലേ ഇപ്പം ഏണി കയറുന്ന ഒരാളെ നമുക്ക് താങ്ങി കൊടുക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഏണിയില്ല എനിക്ക് കയറാനും വയ്യാന്ന് പറഞ്ഞിരിക്കുന്നവരെ നമുക്ക് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല എന്ന് പറയും പോലെയാണ്. അതേപോലെ തന്നെ ആ എക്സാം സമയത്ത് ഇവളുടെ പരീക്ഷ എഴുതൂല എന്ന് പറഞ്ഞ് വളരെ നിർബന്ധിച്ച് നിൽക്കാൻ സമയമാണ്. എൻ്റെ പുസ്തകം എല്ലാം പോയി, ഞാൻ ഇനി പരീക്ഷ എഴുതുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ച് നിൽക്കുന്ന സമയത്ത്, അപ്പോൾ സ്കൂളിലും കാർമൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ കാർമൽ സ്കൂളിൽ അപ്പോൾ ടീച്ചറും അവിടുത്തെ പ്രിൻസിപ്പളും ഒക്കെ പറഞ്ഞു എങ്കിൽ പിന്നെ എഴുതുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് അവസരം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴും ഭഗവാൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഭഗവാൻ അത് എഴുതാൻ പറഞ്ഞപ്പോഴാണ് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. കാരണം സ്വാമി വാക്ക് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് വേറെ ഒന്നും നമുക്ക് തിരിയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ അവസാന വാക്ക് ഭഗവാന്റെയാണ്. അതുപോലെ തന്നെ അല്ല, അവിടെ അത്രയും ഡൗൺ ആവാൻ കാരണം ഫെബ്രുവരി ഏതാണ്ട് 2ാമത്തെ ആഴ്ച തീരണോട് സമയത്താണ് ഇത് സംഭവിച്ചത്. മോഡൽ എക്സാമിന്റെ സമയത്ത് മോഡൽ എക്സാം സമയത്ത് ഒരു മാസം ഇല്ല, ആ ഗ്യാപ്പിലാണ് എല്ലാം പോയത്. മോഡൽ എക്സാമിന്റെ സമയമായിരുന്നു. അപ്പോൾ അത് മുറിയിൽ കത്തി അത് കംപ്ലീറ്റ് അങ്ങ് പോയി. നമ്മളെല്ലാവരെയും ഭഗവാൻ അത് അസ്ട്രോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഈ ചൊവ്വാദശാകാലത്ത് ഇവർക്ക് ചൊവ്വ നിൽക്കുകയായിരുന്നു. അപ്പോൾ തീപ്പൊള്ളലുണ്ടാവണം.
അഗ്നിഭയം ഉണ്ടാവണം, ഇതൊക്കെ ഉണ്ടായേ തീരുള്ളൂ. അത് ഭഗവാൻ പല പ്രാവശ്യം പറഞ്ഞു, തീയൊക്കെ സൂക്ഷിക്കണം പിള്ളേ എന്നൊക്കെ പറഞ്ഞു. അന്നത്തെ ദിവസം സംഭവിച്ചതെന്ന് പറയണത്, എല്ലാ പേരെയും ഓരോ സ്ഥലത്തേക്ക് മാറ്റി, വീട്ടിൽ നിന്ന് എല്ലാ പേരെയും ഭഗവാൻ മാറ്റി. തീ ഉണ്ടായേ പറ്റുള്ളൂ, അത് വിധിയാണ്, അവിടെ സംഭവിച്ചേ തീരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂകാംബിയിലേക്ക് പോയി. അവന് ട്യൂഷൻ എന്ന് പറഞ്ഞ് ട്യൂഷന് പോയി. അപ്പോൾ മാളുവും അഭിരാമിയും അമ്മയും കൂടി അമ്പലത്തിൽ പോയി. അങ്ങനെ എല്ലാ പേരെയും വീട്ടിൽ നിന്ന് മാറ്റിയിട്ട്, നമ്മളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നവരാണ്. കുറച്ച് ചിലപ്പോൾ രാത്രിയാണ് അഗ്നി ഇതുണ്ടായെങ്കിൽ, ചിലപ്പോൾ ഉറക്കത്തിലാണ് നമ്മൾ കിടക്കുന്ന സമയത്താണ് വന്നിരുന്നെങ്കിൽ ചിലപ്പം ഒന്നും അറിയാൻ പറ്റില്ല, വേറെ ഒരു അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. അപ്പോൾ എല്ലാവരെയും മാറ്റിയിട്ട് തീ കത്തിച്ചു. ശരിക്കും തീ അഗ്നി ഉണ്ടായത് കാരണം ഉണ്ടായി എന്ന് മാത്രം. വിളക്ക് നിന്ന് ശരിക്കും കർട്ടനിലേക്ക് തീ കത്തി, അത് ആ മുറി മൊത്തം കത്തി. പിന്നെ എന്നിട്ടും ഭഗവാന്റെ പടം പോയിട്ട് ബാക്കിയിരുന്ന പടങ്ങൾ തൊട്ട് ഒരു ബുക്ക് പോലും ഇല്ല, എല്ലാം കത്തി നശിച്ച്. കുറേ തടിപ്പണിയൊക്കെ ചെയ്ത് വെച്ചിരുന്നതിൻ്റെ പേരിലെ അലമാരകളും ബാക്കിയുള്ള എല്ലാം കത്തിപ്പോയി. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ജനലിൻ്റെ കട്ടള വരെ കത്തിപ്പോയി, ഫാന് വരെ. ജനൽ കത്തി പോയിട്ടാണ് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ തീ പുറത്തോട്ട് വരണം അകത്തുനിന്ന്. ചുടുകല്ല് വരെ, ചെവില് വരെ പൊട്ടി, ചുടുകല്ല് വരെ വെളിയിൽ കാണാവുന്ന അവസ്ഥയിൽ അത്രയ്ക്ക് വലിയ അഗ്നി ഭയം ഉണ്ടായി. അപ്പോൾ പലരും അന്ന് പിന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അസ്ട്രോളജർ ആയതുകൊണ്ട് ചാനലുകാർ അവിടെ ഇങ്ങനെ തീ കത്തി അവിടെ നിന്ന് നാട് മൊത്തം അറിഞ്ഞ്, ഫയർ എഞ്ചിനൊക്കെ വന്ന് അവിടെ നാട്ടുകാർ മൊത്തം അറിഞ്ഞപ്പോൾ ചാനലുകാർ ഒക്കെ വിളിച്ചിട്ട് കൈരളി TV നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ മൂകാംബിയിൽ നിൽക്കുകയാണ്. മൂകാംബിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കാളുകളുടെ ബഹളം. അപ്പോൾ ആദ്യമായിട്ട് കാളെടുത്ത് നോക്കിയപ്പോൾ കൈരളി ചാനലിൽ നിന്ന് വിളിച്ചു. നിങ്ങൾ ജോത്സ്യനല്ലേ, നിങ്ങളെ വീട് തീ കത്തുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഒരു കിട്ടിയ ഒരവസരം എന്ന് പറഞ്ഞ് കളിയാക്കി ചോദിച്ചതാണ്. ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വീടൊക്കെ കത്തി, ഇതൊക്കെയാണ്. എനിക്ക് ആ വീട് കത്തുമെന്ന് അറിയാമെന്നുള്ള ജോത്സ്യനായതുകൊണ്ടാണ് ഞങ്ങളെ വീട്ടിൽ ആരും ഇല്ലാതെ ഞങ്ങളെല്ലാം അവിടുന്ന് മാറിയത്. കാരണം വീട് കത്തിയേ തീരുള്ളൂ, പക്ഷേ അത് സംഭവിച്ചേ തീരുള്ളൂ. അത് അറിയാമെന്നുള്ളതുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഒരു അപകടം ഒന്നുമില്ലാതെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ അത്രയും കേട്ടതോടുകൂടി അവർ ഫോൺ വെച്ചിട്ട് പോയി. കാരണം എന്താണോ അവർ ഉദ്ദേശിച്ചത് അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതൊന്നുമല്ല, ഞാൻ ജ്യോതിഷം നോക്കി ജ്യോതിഷനായതുകൊണ്ട് സംഭവിച്ചതൊന്നുമല്ല, ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇതൊന്നും സംഭവിക്കാതെ പോയതാണ്. അപ്പോൾ ഇത് ഒരനുഭവം. അല്ലാതെ തന്നെ ഇവരെ രണ്ടുപേരും ഇപ്പോൾ ഈ ക്യാമറയെല്ലാം മുമ്പേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മൂകാംബിയിൽ ഭഗവാന്റെ പേരിൽ ചണ്ഡിക ഹോമം സ്റ്റാർട്ട് ചെയ്തു. ചണ്ഡിക ഹോമം തുടങ്ങി. ചണ്ഡിക ഹോമം നടന്ന് 7ാമത്തെ ചണ്ഡിക ഹോമം, ഞാൻ സാധാരണയായി ചണ്ഡിക ഹോമത്തിന് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് ഇവിടുന്ന് പോവും. മലബാറോ മാവേലിയോ ബുക്ക് ചെയ്ത് പോവും. മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അന്നത്തെ സമയത്ത് ബസ് കയറി കൊല്ലൂർ പോയി ഹോമം ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഹോമത്തിന് പോകാനെല്ലാം പ്ലാൻ ചെയ്ത് 7ാമത്തെ ഹോമത്തിന് പോകുന്നതിന് 4 ദിവസം മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് ഒരു ഫോൺ വന്നു. ഇവന് പെട്ടെന്ന് സ്കൂളിൽ തല ചുറ്റി വീണു.